ഇടുക്കി ഉമ്മൻചാണ്ടി കോളനിയോട് വൈകാരിക ബന്ധമെന്ന് മറിയ ഉമ്മൻ. അപ്പ MLA ആകുന്നതിന് മുമ്പ് സ്ഥാപിതമായ ഉമ്മൻചാണ്ടി കോളനി അപ്പായുടെ ഓർമ്മകൾ ഉറങ്ങുന്ന നാടെന്നും മറിയ ഉമ്മൻ പറഞ്ഞു. ഇടുക്കി നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥിക്കായി ഉമ്മൻചാണ്ടി ഉന്നതിയിൽ വോട്ട് അഭ്യർത്ഥിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മറിയ ഉമ്മൻ. അങ്ങനെ പ്രത്യേകിച്ച് കാരണമല്ല, എൻ്റെ അടുത്ത് സ്ഥാനാർത്ഥി ട്രോയ് കെ പൗലോസ് അദ്ദേഹം ഉമ്മൻചാണ്ടി കോളനിയിൽ വരണമെന്നാണ് അഭ്യർത്ഥിച്ചത്. പിന്നെ ഉമ്മൻചാണ്ടി കോളനിയോട് പേഴ്സണലി നമുക്കൊരടുപ്പമുണ്ട്. അപ്പയുടെ പേരിലുള്ള കോളനി, അതും അപ്പ MLA ആകുന്നതിന് മുമ്പെയാണ് ഉമ്മൻചാണ്ടി കോളനി എന്നുള്ള പേര് ഇവിടെ വന്നത്. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്, ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള ഇവരെല്ലാം നമ്മളോട് സഹകരിച്ച് കുറേ പേർക്ക് സഹായം ചെയ്യാൻ സാധിച്ചു. അപ്പം ഇലക്ഷൻ പല സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. അപ്പം ഇവിടുത്തെ സ്ഥാനാർത്ഥി UDFൻ്റെ സ്ഥാനാർത്ഥി പറഞ്ഞത് ഇവിടെ വരണമെന്നുള്ള. അപ്പം എനിക്കും ഇങ്ങോട്ട് വരാനായിട്ട് വളരെയേറെ താല്പര്യമുണ്ട്. കാരണം ഇവിടെയുള്ള എല്ലാവർക്കും അപ്പ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഒരു ഇമോഷണൽ കണക്റ്റ് ഉള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പം ഇവിടെ സെലക്ട് ചെയ്ത് വന്നത്. ഞാൻ ഒരു പ്രാവശ്യമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അന്ന് മെഡിക്കൽ ക്യാമ്പ് നടത്താനാണ് വന്നത്. അപ്പോൾ ആ സമയത്ത് ഇവിടെയുള്ള പലരുമായിട്ട് ബന്ധം അപ്പോഴാണ് കിട്ടിയത്. പിന്നെ അതിനുശേഷം പലപ്പോഴും പല ആവശ്യങ്ങൾക്ക് മിണ്ടാനും പറയാനും ഒക്കെ അവസരവും ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ ആൾക്കാർക്ക് ഉമ്മൻചാണ്ടിക്ക് സഹായം ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട്. അപ്പയുടെ ഇന്നിപ്പോൾ ഇവിടുത്തെ ഈ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞല്ലോ, അപ്പ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഇവിടെയുള്ള ഒരുപാട് പേർക്കും എല്ലാ ആളുകൾക്കും തന്നെ ഒരുപാട് ചികിത്സാ സഹായം ലഭിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇവരെ അപ്പയോട് വളരെയേറെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്, 10-15 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവസാനം വയ്യാതിരിക്കുമ്പോഴും വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇത് ഈ കോളനിയുടെ പേര് പറഞ്ഞില്ല. അപ്പോൾ MLA ആകുന്നതിന് മുമ്പെയാണ് പേര് വന്നപ്പം അത് കഴിഞ്ഞ് 53 വർഷം അപ്പോൾ MLA ആയിരുന്നു. അതിനോടിടയ്ക്ക് പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ആ ഒരു ബന്ധം അവർക്ക്, ആ ഒരു ഹൃദയബന്ധം ഇപ്പോഴും അപ്പയോടുണ്ട്. ഇപ്പം ഇവിടുത്തെ കാണി അദ്ദേഹം ഞാൻ വരുന്നു എന്ന് പറഞ്ഞു, അദ്ദേഹത്തിന് വയ്യ, എന്നാൽ അപ്പയുടെ മകളായതുകൊണ്ടാണ് കാണാൻ വന്നിരുന്നത്. ഇനിയും ഡെഫിനറ്റ്ലി വരും. അത് അപ്പയുടെ പേരിലുള്ളതല്ലേ, അതുകൊണ്ട് ഇനിയും എന്തായാലും വരും.